ബോച്ചെ ഓടി നടന്ന് പിരിച്ച 34 കോടി വെറുതെയാകുമോ? 2004 ടി.എ. റസാക്കിന്റെ തിരക്കഥയിൽ കമൽ സംവിധാനം ചെയ്ത പെരുമഴക്കാലം എന്ന ചിത്രം സംവദിച്ചത് സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് കാത്തുകിടക്കുന്ന അക്ബറിന്റെ കഥയായിരുന്നുവെങ്കിൽ അതിനു മുന്നും ശേഷവും ഒരുപാട് മനുഷ്യർ സൗദി ജയിലിൽ ദിയാധനമില്ലാതെ കുടുങ്ങിയും ഒടുങ്ങിയും തീർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം കഴിഞ്ഞ 18 വർഷമായി സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് കാത്തു കഴിയുകയാണ്. തന്റെ 26-ാം വയസ്സിൽ 2006-ലാണ് ഹൗസ് ഡ്രൈവർ വിസയിൽ അബ്ദുൾ റിയാദിലെത്തിയത്. ഇവിടെ സ്പോൺസറുടെ കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത മകനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ പ്രധാന ജോലി. ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു. ഇത് അനുസരിക്കാതിരുന്ന റഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി. ഇത് തടയാൻ ശ്രമിച്ച അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ കുട്ടിയുടെ കഴുത്തിൽ തട്ടുകയും ഇത് മരണത്തിന് ഇടയാവുകയും ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് റഹീം കൊലക്കുറ്റത്തിന് ജയിലിൽ ആയത്. വർഷങ്ങൾക്കു ശേഷം ബോബി ചെമ്മന്നൂരിന്റെ ഇടപെടലോടെ കേരളം ദിയാധനമായി 34 കോടി രൂപ ദിവസങ്ങൾക്കുള്ളിൽ പിരിച്ച് കേരളം മാതൃകയായിരുന്നു. എന്നാൽ സുമനസ്സുകൾ നൽകിയ 34 കോടി ഇപ്പോഴും വെള്ളത്തിൽ വരച്ച വര പോലെ അനിശ്ചിതമായി തുടരുകയാണ്. സാങ്കേതിക കാരണത്താൽ സൗദി ജയിലിൽ നിന്നുള്ള അബ്ദുൾ റഹീമിന്റെ മോചനം അനന്തമായി നീളുകയാണ്. 7-ാം തവണയാണ് കോടതി അബ്ദുൾ റഹീമിന്റെ കേസ് റിയാദ് ക്രിമിനൽ കോടതി മാറ്റിവെക്കുന്നത്. നിയമക്കുരുക്കുകൾ അഴിഞ്ഞ് അബ്ദുൾ റഹീം സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായി ശ്വസിക്കുന്ന ആ നല്ല ദിവസം വേഗം വന്നണയട്ടെ. സുഹൂദി അറേബ്യയാണ് നാട്, ശരിയത്താണ് കോടതി. അതാണ് ഇപ്പൊ ചതിയായി പോയത്. എന്നാ ശരി.